ഹായ്, ഗുഡ് മോർണിംഗ്. റോസ്നെഫ്റ്റ് ആണ് റഷ്യയുടെ എനർജി ഡീലിംഗ് സ്ഥാപനം. ക്രൂഡ്, ഗ്യാസ് ഒക്കെ അവരാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഇറക്കുമതി ചെയ്ത വകയിൽ കുറച്ചധികം പൈസ അവർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അത് പെൻഡിങ്ങായി കിട്ടുന്ന സാധ്യതകളൊന്നും കാണാതായപ്പോൾ ആ എമൗണ്ട് അവർ ഇന്ത്യയിലെ പെട്രോളിയം സ്ഥാപനങ്ങളിൽ ഷെയറാക്കി മാറ്റി. വേറെ നിവൃത്തിയൊന്നുമില്ല, കിട്ടാക്കടായി പോയായിരുന്നു. അതാണ് മറ്റേ നയാറ സ്ഥാപനത്തിൽ അവർക്ക് 40-50% കണ്ട്, കൃത്യമായിട്ട് എനിക്കറിയില്ല, 50 കണക്കൂട്ടുന്നു, അവർക്ക് ഷെയർ ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ അവർ അവരുടെ സ്റ്റേക്ക് വിറ്റ് ഒഴിവാക്കാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ്. ഇതിൻ്റെ അപകടം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം റഷ്യയുടെ എണ്ണ, ക്രൂഡ് അല്ലെങ്കിൽ കോള് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം സപ്ലൈ ഇന്ത്യയിലേക്കുള്ളത് കട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. റഷ്യ, അമേരിക്ക, ചൈന, ഇറാൻ ഒരു അച്ചുതണ്ട് രൂപപ്പെട്ട് വന്നിരിക്കുന്നു. അമേരിക്കയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തമ്മിൽ ഒരു സഖ്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇന്ത്യയെ പൂർണ്ണമായും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ഒരു ഭരണമാറ്റം വരുന്നതോടുകൂടി ഇതിന് വ്യത്യാസം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ വ്യക്തമായ സൂചനകളാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജൂലൈ 6-7 തീയതികളായിട്ട് ബ്രിക്സ് സമ്മിറ്റ് നടക്കുമ്പോൾ അതിൽ നരേന്ദ്രമോദിക്കൊപ്പം അതിൽ പങ്കെടുക്കാൻ സീപിങ്ങോ പുടിനോ തയ്യാറാവുന്നില്ല എന്നാണ് വാസ്തവം. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഒന്ന് അസസ് ചെയ്യാവുന്നതാണ്.